എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഒരുപാട് നാളായിട്ടോ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒരു ഒഴിവ് ദിവസം ബുർജ് ഖലീഫേൻ്റെ അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടത്. എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. പിന്നെ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ട് ലൈറ്റ് ആയതാട്ടോ. എത്ര പ്രാവശ്യം പോയാലും ഇവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. പ്രത്യേകിച്ച് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇവിടെ. ഇവിടുത്തെ വാട്ടർ ഫൗണ്ടെയിനും അതിൻ്റെ ആ പാട്ടിനനുസരിച്ചിട്ടുള്ള ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാട്ടോ. ആ പാട്ടൊന്നും ഇതിലിടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് പാട്ടൊക്കെ കട്ട് ചെയ്താണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും വിചാരിച്ച് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങളെപ്പോലെ എല്ലാവർക്കും കാണാമല്ലോ. കണ്ട ആൾക്കാർ ഒരുപാടുണ്ടാവും, പക്ഷെ എന്നാലും കാണാത്തവർക്ക് ഇതൊക്കെ ഒരു രസമായിരിക്കുമല്ലോ കാണുമ്പോൾ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് തുടങ്ങും കേട്ടോ. വെള്ളം ഡാൻസ് കളിക്കുന്ന പോലെ നമുക്ക് തോന്നും പാട്ടിനനുസരിച്ചിട്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങളും ഇങ്ങനെ ഇരിക്കണ കൂട്ടത്തിൽ ബുർജ് ഖലീഫേനെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അതെന്തായാലും ശരിക്കും അത്ഭുതം തന്നെ അല്ലേ, ഇത്രയും വലിയൊരു ബിൽഡിങ് ഇങ്ങനെ കാണുമ്പോൾ. അതിൻ്റെ ചുവട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. താഴെ നിന്ന് നോക്കുമ്പോഴാണ് അത് എത്രയും ഹൈറ്റ് ഉണ്ടോ എന്ന് തോന്നിപ്പോവുക. എല്ലാവരും നടക്കണ കൂട്ടത്തിൽ ഞങ്ങളും ഇങ്ങനെ നടക്കുക കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുക. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. മോൻ മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പം കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് തുടങ്ങി കിട്ടാൻ. കുറച്ചൊന്ന് ഇരുട്ടാവുമ്പോൾ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു രസം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ വോയിസ് കൊടുക്കണ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെ ചിലപ്പോൾ പറയുന്നുണ്ടാവും കേട്ടോ. എനിക്ക് തന്നെ ചിലപ്പോൾ അറിയണില്ല, ഞാൻ എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ചിലപ്പം റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇപ്പം അടുത്തൊരു അവധി വന്നിട്ടുണ്ടായിരുന്നത് എന്തിൻ്റെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അന്നത്തെ ദിവസം പോയതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തോന്നി ഇന്ന് വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം ഞാനും മോനും ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആട്ടോ. ഇതിപ്പോൾ തുടങ്ങും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അവിടെ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ കറങ്ങി അതിൻ്റെ ഉള്ളിൽ ഫുള്ളിങ്ങനെ കറങ്ങുക. അതൊക്കെ വേറെ പൈസ കൊടുത്തിട്ട് കയറുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ അതിലൊന്നും പോകാറില്ല, അങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുകയുള്ളൂ. കുറേ പുതിയ കല്യാണം കഴിഞ്ഞ കപ്പിൾസൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫോട്ടോ ഷൂട്ടുണ്ട് അവിടെ നിന്ന്. ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടോ അത് വെള്ളത്തിൻ്റെ. കണ്ടോ, നല്ല രസമാട്ടോ. ഇത് കുറച്ചും കൂടി ഇരുട്ടായാൽ ഒരു പ്രത്യേക രസമാട്ടോ ഉണ്ടാവുക. ഇതിനനുസരിച്ച് പാട്ടും ഉണ്ട് കേട്ടോ. പാട്ട് പിന്നെ എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ ഫോട്ടോഷൂട്ടും ഉണ്ട് കേട്ടോ. ഏട്ടാ അവിടെ നിന്ന് ഞങ്ങളെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാനാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നേരത്തെ പോയിട്ട് ഇങ്ങനെ നിൽക്കും, എന്നാലേ ഉള്ളൂ സ്ഥലം കിട്ടുക. അല്ലെങ്കിൽ പിന്നെ നമ്മളെ മുമ്പിലൊക്കെ ആരെയും വന്ന് നിൽക്കുമ്പോൾ ശരിക്കും കാണില്ല എന്ന് വിചാരിച്ചിട്ട്. ഒരു 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഫൗണ്ടെയിൻ്റെ ഇത് ഇങ്ങനെ പരിപാടി. പക്ഷേ ആ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. അങ്ങനെ അവിടെ നിന്ന് രാത്രി ആയിട്ടോ. ഇനിയിപ്പോൾ രാത്രിയിലെ ഷോ ഉണ്ട്, അപ്പോൾ അത് കാണാൻ നിൽക്കുക. അപ്പോഴേക്കും ബുർജ് ഖലീഫയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കല്ലേ. ഇപ്പം അതിലിങ്ങനെ കുറച്ച് കഴിയുമ്പം വീണ്ടും തുടങ്ങും കേട്ടോ ഫൗണ്ടെയിൻ്റെ. അപ്പോഴേക്കും എന്തൊരു ഭംഗിയാണ് നോക്ക്. ഇപ്പുറത്തൊക്കെ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായി. അങ്ങനെ കാത്തിരുന്ന് ഇത് രാത്രിയിലെ ഷോ തുടങ്ങിട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ കാണാൻ? ഞങ്ങളിതൊക്കെ കണ്ട് രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരിച്ച് പോകുമ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകണമെന്ന് അങ്ങനെ തോന്നില്ല. അപ്പം ഇങ്ങനെ ഇതിങ്ങനെ വീഡിയോ എടുത്ത് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. ഇപ്പം കാലാവസ്ഥ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. ഈ ചൂടിൽ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. എപ്പോഴെങ്കിലൊക്കെ അല്ലേ, എന്നൊന്നും ഇങ്ങനെ പോകില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാ. ചൂട് സഹിക്കാനാവാത്ത കോലത്തിലായിന് കേട്ടോ ഇവിടെ. തണുപ്പ് കാലത്ത് എവിടെയും പോകാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഈ ചൂട് കാലത്ത് പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ മോനോടൊക്കെ ആദ്യം പറയും ഇനി മതി പോയത്, ഇവിടെ ഇരിക്കാമെന്ന് പറയും കേട്ടോ. പക്ഷേ പോവാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ പാവം തോന്നും. അങ്ങനെ ആൾ ഭയങ്കര നിർബന്ധിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇവിടെ പോകണം അവിടെ പോകണം എന്നൊന്നും പറയില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പിന്നെ തോന്നും എന്നാൽ മോനെയും കൊണ്ട് പുറത്തൊക്കെ കറങ്ങി വരാമെന്ന്. അപ്പോൾ വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് കറങ്ങാൻ പറ്റിയൊരു സ്ഥലമാണിത്. മറ്റേ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണമല്ലോ പോവുക.
അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു പൈസ പോകും കേട്ടോ. ഇങ്ങോട്ടൊക്കെ പോകാൻ പിന്നെ ഇവിടുന്ന് മെട്രോ കയറിയാൽ നേരെ പോയിട്ട് അവിടെ ഇറങ്ങാം. ഇടയിലൊന്നും നമ്മൾ മാറി കയറണമെന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, മറ്റേ ടാക്സി ഒന്നും വിളിച്ചിട്ട് പോകുമൊന്നും വേണ്ട. ഞാനിടുന്ന വീഡിയോസൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാനിടുന്ന ഷോർട്സിനൊക്കെ സ്ഥിരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരോട് പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ ഈ വീഡിയോയിലൂടെ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.